നാളെ വളരെയധികം പ്രാധാന്യമുള്ള വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കർക്കിടക മാസത്തിലെ ഏറ്റവും ശക്തിയാർന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എത്തുന്ന സമയത്ത് എല്ലാ രീതിയിലുമുള്ള ഒരു ശുദ്ധിയും വൃത്തിയും നമ്മുടെ വീടിന് ഉണ്ടായിരിക്കണം. എന്നുള്ള സമയം എന്ന് പറയുന്നത് സന്ധ്യക്ക് 6:17 6:40 ഇടയിലുള്ള കാര്യം ലക്ഷ്മി ദേവിയുടെ കോപത്തിനിരയാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാവും ജീവിതത്തിൽ നേരിടേണ്ടി വരും. ഓം ശ്രീം ശ്രീയേ നമ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ വളരെയധികം പ്രാധാന്യമുള്ള വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കർക്കിടക മാസത്തിലെ ഏറ്റവും ശക്തിയാർന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളിലൊന്ന് വരമഹാലക്ഷ്മി ദിനം. മഹാലക്ഷ്മി ദേവി തൻ്റെ ഭക്തർക്ക് വരങ്ങൾ ചൊരിയുന്ന ദിവസം, ഭക്തരുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ദിവസം, ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ മഹാലക്ഷ്മി ദേവി അഷ്ടലക്ഷ്മി ഭാവത്തിൽ നമ്മളെ അനുഗ്രഹിക്കാൻ എത്തുന്ന ആ പുണ്യ ദിവസമാണ് നാളെ. ദേവിയുടെ സാന്നിധ്യം അനുഗ്രഹം തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസം. ദേവി 8 ഭാവങ്ങളിൽ വന്ന് നമുക്ക് എല്ലാ അനുഗ്രഹവും നൽകുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട്, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട്, ധനവരവ് ഉണ്ടാകാനായിട്ട്, ജീവിതത്തിലെ വിജയം കൈവരിക്കാനായിട്ട്, നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും നേടിയെടുക്കാനായിട്ട് നാളെ രാത്രി തീരുന്നതിന് മുന്നേ ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതിയാകും. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കടന്നു വരും. നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും. സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തന്നെ അകന്നുപോകും. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ കാര്യങ്ങളൊക്കെയും നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നാളെ. അപ്പോൾ എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദേവി വരങ്ങൾ ചൊരിയുന്ന ദിവസമാണ് വരമഹാലക്ഷ്മി ദിനം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ദേവി നമുക്ക് നൽകും. നാളത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ദേവിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനുള്ള, ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള, നമ്മുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാനായിട്ട് ദേവിയുടെ അനുഗ്രഹം തേടാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ്. ആദ്യം തന്നെ നമുക്ക് നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം. ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ദേവിയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീടൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ട് വയ്ക്കുക, നമ്മുടെ നിലവിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എത്തുന്ന സമയത്ത് എല്ലാ രീതിയിലുമുള്ള ഒരു ശുദ്ധിയും വൃത്തിയും നമ്മുടെ വീടിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ നോൺ വെജ് ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യാനോ, നിങ്ങൾ ആരും തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാനോ പാടില്ല എന്നതൊന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് സന്ധ്യാസമയങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. നഖം വെട്ടുക, മുടിമുറിക്കുക, അലക്കുക, ഈ കാര്യങ്ങളൊന്നും ഒരു ദിവസങ്ങളിലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും ഇപ്പോഴും ചിലർ ഈ കാര്യങ്ങളൊക്കെ സന്ധ്യാസമയങ്ങളിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നാളത്തെ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും ഈ പറഞ്ഞ ഒരു കാര്യവും സന്ധ്യാസമയങ്ങളിൽ ചെയ്യാൻ പാടില്ല. വലിയ ദോഷമായിട്ട് നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത്. ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ദേവി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേവി സന്തോഷത്തോടെയുള്ള ഒരു ഭാവത്തിലായിരിക്കണം നിൽക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മൂദേവി ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. മൂദേവി ഉള്ളിടത്ത് ലക്ഷ്മി ദേവിക്ക് സ്ഥാനമില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സന്ധ്യാസമയത്ത് നാളെ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കണം. നിലവിളക്ക് തെളിയിക്കേണ്ട സമയം എന്ന് പറയുന്നത് സന്ധ്യക്ക് 6:17 6:40 ഇടയിലുള്ള സമയത്തായിരിക്കണം.
ഈ 6:17-നും 6:40-നും ഇടയിലുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് നിലവിളക്ക് തെളിയിക്കാം. നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് 5 തിരിയിട്ട ഭദ്രദീപം തന്നെ കൊളുത്തണം. ഈ നിലവിളക്കിന്റെ തൊട്ടടുത്തായിട്ട് ലക്ഷ്മി ദേവിയുടെ ചിത്രമോ അല്ലെങ്കിൽ വിഗ്രഹമോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതുകൂടെ വയ്ക്കുക. നിർബന്ധമായിട്ടും ഒരു വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ദൈവിക ചിത്രങ്ങളിൽ ഒന്നാണ് ലക്ഷ്മി ദേവിയുടെ ചിത്രം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും വേണം. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിലവിളക്കിനെ തന്നെ ദേവിയായിട്ട് സങ്കല്പിക്കാവുന്നതാണ്. ദേവിയുടെ ഫോട്ടോയിലേക്ക് നമുക്ക് പുഷ്പങ്ങൾ ചാർത്തണം, പുഷ്പങ്ങൾ സമർപ്പിക്കണം. മുല്ലപ്പൂവൊക്കെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടിനെ നല്ല സുഗന്ധമുഖരിതമാക്കണം. അതിനായിട്ട് നമുക്ക് ചന്ദനത്തിരി കത്തിക്കാം, നല്ല സ്മെല്ലുള്ള ചന്ദനത്തിരി കത്തിക്കാം, ധൂപം കത്തിക്കാം. ഇതൊക്കെയും നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന കാര്യങ്ങളാണ്. ലക്ഷ്മി ദേവി വരുന്ന സമയത്ത് നമ്മളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. ഇനി നാളത്തെ ദിവസം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. ഇനി വ്രതം അനുഷ്ഠിക്കാത്തവർക്കും ഞാനിപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ചെയ്യാവുന്നതാണ്. അപ്പൊ നാളത്തെ ദിവസം നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ലക്ഷ്മി ദേവിയുടെ കോപത്തിനിരയാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാവും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു കർമ്മത്തെക്കുറിച്ചൊന്ന് പറയാം. ഇതിനായിട്ട് നമുക്കൊരു താലം എടുക്കുക, ഒരു പ്ലേറ്റ് എടുക്കാം. പൂജയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന താലം ഉണ്ടാവുമല്ലോ, അത് മതി. ബ്രാസിൻ്റെതായാൽ ഏറ്റവും ഉത്തമമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പൂജാതാലമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്താലും മതിയാകും. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വയ്ക്കേണ്ടത് അല്പം പച്ചരിയാണ്. ഈ ഒരു പ്ലേറ്റിൽ നിരത്തി പച്ചരി വയ്ക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പച്ചരി ഇല്ല എന്നുണ്ടെങ്കിൽ പുഴുക്കലരിയും എടുക്കാവുന്നതാണ്. പച്ചരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു പടലപ്പഴം വയ്ക്കാം. ഇനി പഴമല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഏതെങ്കിലും പഴവർഗ്ഗങ്ങളായാലും മതി. ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, അങ്ങനെ ഏതെങ്കിലും ഒരു പഴം മാത്രം വെച്ചാൽ മതിയാകും. ഇനി ആ അരിയുടെ മുകളിലായിട്ട് ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ വയ്ക്കണം. മഞ്ഞളിൻ്റെ തണ്ട്, പൊടിയല്ല, മഞ്ഞളിൻ്റെ തണ്ട് വയ്ക്കണം. അതോടൊപ്പം തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് ഏലക്കായ് വയ്ക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഗ്രാമ്പു വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഒന്നുകിൽ ഒരു 5-6 ഏലക്കായ വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 5-6 ഗ്രാമ്പു വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നാണയങ്ങളാണ്. 1 രൂപ നാണയമോ 2 രൂപ നാണയമോ 5 രൂപ നാണയമോ 10 രൂപ നാണയമോ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ നാണയം എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുള്ള നാണയങ്ങൾ നമ്മൾ എടുക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ 4 ആൾക്കാരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 4 നാണയം എടുക്കുക. നാണയം എടുത്ത് ഓരോ ആളിൻ്റെയും തലയ്ക്ക് ഓരോ നാണയം വീതം ഉഴിഞ്ഞ് ഈ ഒരു അരിയുടെ ഒരു സൈഡിലായിട്ട് നമുക്ക് വയ്ക്കാം. ഇനി വീട്ടിലില്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ, അതായത് അമ്മമാരാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, മക്കൾ പുറത്തൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ മക്കളെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നാണയം വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു താലം എടുത്ത്, ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട്, നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നമ്മുടെ കയ്യിൽ ഈ താലം പിടിച്ചുകൊണ്ട് ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓം ശ്രീം ശ്രീയേ നമഃ എന്ന ഈ ഒരു മന്ത്രം കൂടെ ജപിക്കുക. ശേഷം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണോ ദേവി സാധിച്ചു തരേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടത്, അത് ദേവിയോട് പറയാവുന്നതാണ്. മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ ഒരു താലം ദേവിയുടെ മുന്നിലായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു കർപ്പൂരം ആരതി എടുക്കാം, ഒരു കർപ്പൂരാരതിയൂടെ ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് ദേവിയെ പ്രാർത്ഥിക്കാം, എല്ലാ സങ്കടങ്ങളും പറയാം. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ദേവി നടത്തി തരേണ്ടത്, അത് ദേവിയോട് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ടും ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അത്രമേൽ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ. ദേവി ഓരോ ഭക്തരുടെ അടുത്തും ഓടിയെത്തുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം, അതിൻ്റെ ആ ഒരു ഭാഗ്യം നിങ്ങൾക്കും ലഭിക്കാനാണ് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് പറയുന്നത്. സാധിക്കുന്നവരെ ദേവിക്ക് ഒരു നിവേദ്യം കൂടെ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പായസമോ എന്താണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത് ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുക. ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള മുതിർന്ന സ്ത്രീകൾ ചെയ്യാൻ ശ്രമിക്കുക.
പുരുഷന്മാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ല കേട്ടോ. പുരുഷന്മാരാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും, ആ വീട്ടിൽ ആ സമയത്തുള്ള എല്ലാവരും, നമ്മൾ എവിടെയാണോ നിലവിളക്ക് തെളിയിച്ച് വയ്ക്കുന്നത്, പൂജാമുറി ആണെങ്കിൽ പൂജാമുറിയിൽ വന്ന് നിൽക്കുക, എല്ലാവരും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ നാളത്തെ ദിവസം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ വച്ചിരിക്കുന്ന ഈ ഒരു താലത്തിൽ വെച്ചിരിക്കുന്ന ആ വസ്തുക്കൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നിലവിളക്കൊക്കെ അണച്ചതിന് ശേഷം ഇത് നമുക്ക് എടുത്തു വയ്ക്കാം. അരി പായസം വെച്ച് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പഴങ്ങളൊക്കെ നിങ്ങൾക്കും കഴിക്കാം, മറ്റുള്ളവർക്കും കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിലുള്ള നാണയം നമുക്കൊരു ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.